ഇന്ന് ജൂൺ 22. 1939 ജൂൺ 22-നാണ് ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടിയെ സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടിയായി നേതാജി സുഭാഷ് ചന്ദ്രബോസ് പ്രഖ്യാപിച്ചത്. ബോംബെയിൽ വിളിച്ചു ചേർത്ത് പാർട്ടിയുടെ 1-ാം അഖിലേന്ത്യാ സമ്മേളനത്തിനായിരുന്നു അത്. ഗാന്ധിജിയുടെ സമരമാർഗങ്ങളോടുള്ള വിയോജിപ്പായിരുന്നു പാർട്ടി രൂപീകരിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. കോൺഗ്രസിലെ പദവിയിൽ നിന്ന് മാറുന്നതിന് മുമ്പ് അതിൽ നിന്ന് തന്നെയുള്ള പ്രവർത്തകരെ ഒരുമിച്ച് അണിനിരത്തി അദ്ദേഹം രൂപീകരിച്ച ഇടതുപക്ഷമായിരുന്നു ഫോർവേഡ് ബ്ലോക്ക്. പാർട്ടിയുടെ പ്രചരണാർത്ഥം നേതാജി രാജ്യമെമ്പാടും സന്ദർശിച്ചു. പുതിയ ഘടകങ്ങൾ രൂപീകരിച്ചു. സ്വാതന്ത്ര്യ സമരത്തിൽ ആയോധന മാർഗങ്ങളുമാകാം എന്ന് ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചു. ജൂൺ 22-നാണ് പ്ലൂട്ടോയുടെ ഏറ്റവും വലിപ്പം കൂടിയ ചന്ദ്രനായ ഷാരൻ കണ്ടെത്തിയത്. ജെയിംസ് ക്രിസ്റ്റി, റോബർട്ട് ഹാരിങ്ടൺ എന്നീ ഗവേഷകരായിരുന്നു കണ്ടെത്തലിനു പിന്നിൽ. പ്ലൂട്ടോ കണ്ടെത്തിയ ലോവൽ ഒബ്സർവേറ്ററിയിൽ നിന്നും കേവലം 6 മൈൽ മാത്രം അകലെയുള്ള അരിസോണ നേവൽ ഒബ്സർവേറ്ററിയിൽ നിന്നാണ് ഷാരൻ കണ്ടെത്തിയത്. സൂര്യന് ചുറ്റുമുള്ള പ്ലൂട്ടോയുടെ ഭ്രമണപഥം കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്കിടെ അവിചാരിതമായാണ് ഷാരൻ ഗവേഷകരുടെ കണ്ണിൽപ്പെടുന്നത്. പ്ലൂട്ടോയ്ക്ക് ചുറ്റും കണ്ടെത്തിയ 5 ചന്ദ്രന്മാരിൽ ഏറ്റവും വലിപ്പമേറിയതാണ് ഇത്. ഫുട്ബോൾ ഇതിഹാസം മറഡോണയുടെ കരിയറിലെ സുപ്രസിദ്ധവും കുപ്രസിദ്ധവുമായ 2 ഗോളുകൾ പിറന്നത് 1986 ജൂൺ 22-നായിരുന്നു. മെക്സിക്കോയിലെ ആസ്ട്രിക് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ഫിഫ ലോകകപ്പിലെ ക്വാർട്ടർ ഫൈനലിൽ മത്സരങ്ങൾക്കിടയിലായിരുന്നു അത്. ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിലുള്ള മത്സരത്തിന്റെ 2-ാം പകുതി തുടങ്ങി 6 മിനിറ്റ് പിന്നിട്ടപ്പോഴായിരുന്നു ദൈവത്തിന്റെ കൈ എന്ന പേരിൽ വിഖ്യാതമായ വിവാദ ഗോൾ. പന്ത് തട്ടിയകറ്റാൻ ചാടി ഉയർന്ന ഇംഗ്ലീഷ് ഗോളി പീറ്റർ ഷിൽട്ടനൊപ്പം എത്തിയ മറഡോണയുടെ ഇടം കൈയിൽ തട്ടി ഗോൾ വീഴുകയായിരുന്നു. ഇംഗ്ലണ്ടിന്റെ കളിക്കാർ ഹാൻഡ്ബോൾ എന്ന് പറഞ്ഞ് വളഞ്ഞെങ്കിലും ടുണീഷ്യക്കാരൻ റഫറി അലി ബെന്നസിർ ഗോൾ അനുവദിക്കുകയായിരുന്നു. ആദ്യ ഗോളിന്റെ നാണക്കേട് മുഴുവൻ കഴുകിക്കളഞ്ഞ അനശ്വര മുഹൂർത്തം 4 മിനിറ്റുകൾക്ക് ശേഷം പിറന്നു. മറഡോണ സ്വന്തം ഹാഫിൽ നിന്ന് ആരംഭിച്ച ഒറ്റയാം മുന്നേറ്റത്തിന്റെ പരിസമാപ്തി അതിമനോഹരമായ ഗോളിലാണ് അവസാനിച്ചത്. മറഡോണ നേടിയ ആ ഉജ്ജ്വലമായ ഗോളാണ് അർജന്റീനയെ സെമിയിലേക്കും തുടർന്ന് ഫൈനലിലേക്കും കിരീടത്തിലേക്കും നയിച്ചത്.